ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. നവമി ദിനേശ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയാണോ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ പെയ്തത്? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചൊരിയുന്ന മഴ തന്നെയാണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് സാധാരണ ഒന്ന് മഴ പെയ്താൽ ഒരു 10-15 മിനിറ്റ് നിർത്താതെ മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉറപ്പാണ്. പക്ഷെ ഇത്തവണ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. കോർപ്പറേഷൻ വേണ്ട രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായി ഒരു പരിധിവരെ വെള്ളക്കെട്ട് ഇത്തവണ കൊച്ചി ഒഴിവാക്കിയിട്ടുണ്ട്. കൊച്ചി വെള്ളക്കെട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാലും നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചില ഇട റോഡുകളിലും മറ്റിടങ്ങളിലും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന, ചെറിയ രീതിയിലെങ്കിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിൽ പോകുന്നതിന്. എപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് തീരപ്രദേശത്തുള്ളവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണമാലി ഭാഗത്തുള്ളവരാണ്. അവിടെ വീടുകളിൽ വെള്ളം കയറുകയും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അവരുടെ ഒരു ദുരിതം അത് ഇങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് മഴയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഭീഷണിയായി നിൽക്കുന്നത് ഈ മരങ്ങൾ തന്നെയാണ്. മരങ്ങൾ ഈ വാഹനങ്ങളുടെ മുകളിലും റോഡിലും ഒക്കെ വീഴുന്നത്, ട്രാക്കിലൊക്കെ വീഴുന്നത്. എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലുള്ളവരൊക്കെ കടുത്ത രീതിയിൽ ജാഗ്രത പുലർത്തണം. ഒപ്പം ഈ ടൂറിസം മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുകളിലേക്കോ ഈ തീരപ്രദേശങ്ങളിലേക്ക്, കടൽ തീരത്തേക്കൊന്നും പോകരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയ ജാഗ്രതയാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ നൽകിയിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട് ചെറിയൊരു ശമനമുണ്ട്. പക്ഷേ ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയ മഴയായിട്ട് തന്നെ പെയ്യുകയും ചെയ്യും. വെള്ളക്കെട്ട് എങ്ങും തന്നെ രൂപപ്പെട്ടിട്ടില്ല. മറ്റ് ദുരിത വാർത്തകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വലിയ ആശ്വാസകരമായി കാര്യമായി തുടരുന്നുണ്ട്. ആര്യ, തീർച്ചയായും നവമിയാണ് എറണാകുളം ജില്ലയിലെ സ്ഥിതിഗതികൾ പങ്കുവെച്ചത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരവാസികളെ സംബന്ധിച്ച് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ ഒരു പരിധി വരെ വിജയം കണ്ടിട്ടുണ്ട് ഇത്തവണ എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ മഴ പെയ്തിട്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറി ഗതാഗതമൊക്കെ പൂർണ്ണമായും തടസ്സമാകുന്ന മുൻകാലങ്ങളിലെ അവസ്ഥ ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കടലാക്രമണമൊക്കെ രൂക്ഷമാണ്. കണ്ണമാലി മേഖലയിലൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തുന്നതും അവിടെ താമസിക്കാൻ കഴിയാതെ അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഇന്നലെ ഉൾപ്പെടെ കണ്ടതാണ്. കാസർഗോഡേക്ക് പോകാം. KV ബൈജു ഉണ്ട് അവിടെ നിന്ന്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും റെഡ് അലേർട്ടാണ് അവിടെ. എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? അതിശക്തമായ മഴയാണോ? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ച ഒരു സ്ഥലമാണ് കാസർഗോഡ്. ഇന്നലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴ. ഈ കാലവർഷത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോഴുമാണ്. ഏതായാലും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയോരങ്ങളിലും എല്ലാ പുഴകളിലും, കാസർഗോഡ് ജില്ലയിലെ എല്ലാ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നേരത്തെയൊക്കെ നൽകിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. വലിയ തോതിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നമുക്കറിയാം 75 മീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശം. ഇതിൽ 45 മീറ്ററിലധികം കടൽ ഭിത്തി ഇല്ല എന്നത് തന്നെയാണ് ഈ പ്രദേശത്ത് ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറിയിട്ടില്ല. എന്തായാലും മഴ ഇനി വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായി തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ അത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനവും. എന്തായാലും മറ്റൊരു ആശങ്കയുള്ളത് ദേശീയ പാതയിലാണ്. ഇന്നലെയും ദേശീയ പാതയിൽ ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്ന സംഭവമുണ്ടായി. പ്രത്യേകിച്ച് മാവുങ്കാലിലാണ്
ദേശീയപാതയിൽ ഇത്തരത്തിൽ മേൽപ്പാലത്തിൽ വലിയ തോതിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഈ സിമെന്റ് ഒക്കെ അടന്ന് കമ്പിയൊക്കെ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെർക്കള ചട്ടഞ്ചാൽ റോഡാണ് മറ്റൊരു ആശങ്കയുള്ള ഒരു പ്രദേശം. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ തന്നെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ മട്ലായി കുന്നും വീരമല കുന്നും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ആശങ്കയുള്ളത് കുടക് മേഖലകളിലാണ്. കുടക് മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ കുടക് മേഖലകളിൽ പെയ്യുന്ന മഴ അതിലെ എല്ലാ ജലങ്ങളും എത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകുന്ന തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അത് ഒരു വലിയ ആശങ്കയാണ്. കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെ ഈ കുടകിൽ പെയ്ത മഴ അതിശക്തമായ മഴയെ തുടർന്ന് തേജസ്വിനി പുഴ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകിയിരുന്നു. നിരവധി കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ശക്തമായ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ദേശീയപാതയിലെ പരിശോധന, ഡ്രോൺ വെച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കുന്നിൻ മുകളിലൊക്കെ എത്രത്തോളം അപകട സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനാണ് ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇന്നും ആ പരിശോധന തുടരും. അതിനോടൊപ്പം വിദഗ്ധ സമിതി ഇന്ന് ദേശീയപാതയിൽ സന്ദർശനം നടത്തും. 52 ഇടങ്ങളിലാണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത്. ഏതായാലും മഴ ഈ രീതിയിൽ തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ അത് ദേശീയപാത വഴിയുള്ള യാത്ര വലിയ ദുരിതമാക്കും. ഒരു പക്ഷേ ചട്ടഞ്ചാൽ ഈ ചെർക്കള ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡ് അത് പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്താം. വഴിതിരിച്ചുവിടുക ചന്ദ്രഗിരി പാലം വഴിയായിരിക്കും. കഴിഞ്ഞ കാലവർഷത്തിൽ നമ്മളത് കണ്ടതാണ്. എന്തായാലും ഈ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. റാണിപുരം ടൂറിസം കേന്ദ്രം ഉൾപ്പെടെ പള്ളിക്കര ബീച്ച് ഉൾപ്പെടെ പൂർണ്ണമായും സഞ്ചാരികൾക്ക് ഇന്ന് നിരോധനമുണ്ട്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും തയ്യാറാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഇല്ലെങ്കിലും ഈ കൃത്യമായ കരുതൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. എന്നാലും മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നു. ഇന്നലെ ആരംഭിച്ച മഴയാണ്. ഇതുവരെ മഴ തോർന്നിട്ടില്ല. ഈ കാലവർഷത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസങ്ങളായിരിക്കും ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നും. തീർച്ചയായും KV ബൈജു ആണ് കാസർഗോട്ടെ കാര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇന്നും കാസർഗോഡുള്ളത്. കോട്ടയത്തേക്ക് പോകാം നമുക്കിനി. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? അവിടെ ക്യാമ്പുകളിലേക്കൊക്കെ ഒരുപാട് ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ജില്ലയിലെ സാഹചര്യം? തീർച്ചയായും പടിഞ്ഞാറൻ മേഖലയിലാണ് ദുരിതം തുടരുന്നത്. വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്മനം, തിരുവാർപ്പ്, ഒപ്പം തന്നെ കുമരകം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതിരമ്പുഴ പഞ്ചായത്ത്, ഇവിടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത കിഴക്കൻ വെള്ളം എത്തി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനി പതുക്കെ ഇറങ്ങി പോവുകയുള്ളൂ. അതാണ് ഈ മേഖലയിലുള്ളവരുടെ ദുരിതം. എന്തായാലും മഴ ശക്തമായി തുടരുന്നു. ഇന്നലെ പകൽ അതിശക്തമായ മഴയാണ് പെയ്തത്. സന്ധ്യ മുതൽ ഒരൽപ്പം മഴ മാറി നിന്നു. പിന്നീട് ഈ കഴിഞ്ഞ പുലർച്ചെ മുതൽ വീണ്ടും മഴ പെയ്യുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് ഈ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒക്കെ ഏറ്റവും ഒടുവിൽ വന്ന വിവരപ്രകാരം ഏതാണ്ട് മുന്നറിയിപ്പ് നിലയിലേക്കൊക്കെ എത്തിയിരിക്കുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. ഈ അപകട നിലയിലുള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്.